ജപ്പാന്റെ പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ആളാണ് ജപ്പനീസ് മാങ്ക കലാകാരിയായ റിയോ തസൂക്കി. അവരുടെ പ്രവചനം ലോകത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. 2025 ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു ദുരന്തം വരുന്നുണ്ടെന്നും ആഴ്ചകൾക്ക് മുൻപ് അവർ പ്രവചിച്ചിരുന്നു. പ്രവചനത്തിനു പിന്നാലെ ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ ഇടിവാണ് സംഭവിച്ചത്. ഈ മാസം അവസാനത്തിനും ജൂലൈ ആദ്യത്തിനുമിടയിൽ വിമാന ബുക്കിംഗുകളിൽ വലിയ രീതിയിൽ കുറവുണ്ടായി. ഇപ്പോഴിതാ വലിയ ദുരന്തത്തിന്റെ ദിവസവും സമയവും വരെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ജൂലൈ 5-ന് ജപ്പാനിലും ചില അയൽ രാജ്യങ്ങളിലും വലിയൊരു ദുരന്തം ഉണ്ടായേക്കാമെന്നും ഇത് വ്യാപകമായ നാശത്തിന് കാരണമാകുമെന്നും തസൂക്കി തന്റെ മാഗ പുസ്തകമായ ദി ഫ്യൂച്ചർ ഐസോയിൽ അവകാശപ്പെടുന്നു. ഈ പ്രവചനം കിഴക്കൻ ഏഷ്യയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഹോങ്കോങ്, തായ്വാൻ, ചൈന തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ജപ്പാനിലേക്കുള്ള യാത്രക്കാരിൽ ഏകദേശം 50 മുതൽ 83% വരെ കുറവുണ്ടാക്കി. ചില എയർലൈനുകൾ ജൂലൈയിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനങ്ങൾ പോലും റദ്ദാക്കിയിട്ടുണ്ട്. കടൽ തിളച്ചുമറയുന്നതിന്റെ അവസ്ഥാജനകമായ ഒരു ചിത്രം തസൂക്കി തന്റെ പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനമോ ഭൂകമ്പമോ എന്ന സംഭവമായി വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നു. അവരുടെ പ്രവചനം അനുസരിച്ച് ജൂലൈ 5-ന് പുലർച്ചെ 4:18 ജപ്പാനും ഫിലിപ്പീൻസും ഇടയിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും ദുരന്തം സംഭവിക്കും. ഇത് 2011-ൽ ഉണ്ടായതിനേക്കാൾ വളരെ ശക്തമായ സുനാമിക്ക് കാരണമാകുമെന്നാണ് പ്രവചനം. ഈ പ്രവചനം ഭീതി പടർത്തിയതോടെ പൊതുജനങ്ങൾ ശാന്തരായിരിക്കണമെന്നാവശ്യപ്പെട്ട് ജപ്പാനീസ് സർക്കാർ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. അടിസ്ഥാനരഹിതമായ കിംവദന്തികളിൽ വീഴരുതെന്ന് മിയാഗി പ്രഫ്യൂച്ചർ ഗവർണർ യോഷിഹിരോ മുറൈ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. തസൂക്കിയുടെ പ്രവചനത്തെ പിന്തുണയ്ക്കുന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ലെന്നും സർക്കാർ ശാസ്ത്ര വിദഗ്ധരും വ്യക്തമാക്കി.